തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധിക്ക് 2 ദിവസത്തിനകം പരിഹാരമാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് തീരുമാനമായിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കരാർ പുതുക്കുന്നതിലും തീരുമാനമായെന്ന് ഉന്നതതല യോഗത്തിന് ശേഷം കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. പ്രശ്നം ഏതാണ്ട് പൂർണ്ണമായും പരിഹരിച്ച ഒരു മട്ടാണ് ഇപ്പോൾ അവസാനം ഞങ്ങൾ അറൈവ് ചെയ്തിട്ടുള്ളത്. ഒരു വീഴ്ചയും വരാതെ പേഷ്യൻസിനൊന്നും ഒരു രീതിയിലും ഉപദ്രവം ഏൽപ്പിക്കാത്ത തരത്തിൽ റിവൈവ് ചെയ്യാനുള്ള എല്ലാ നിശ്ചയങ്ങളും ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിനെ സംബന്ധിച്ച് അവരുടെ പുതിയ എഗ്രിമെൻറ്റും കാര്യങ്ങളും എല്ലാം സൈൻ ചെയ്ത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ എല്ലാം നോർമലൈസ് ചെയ്ത് വരും. ഇതിനിടെ അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡയറക്ടറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറി. ഹാൻസ് ജോൺ ചേർന്നു വിവരങ്ങളുമായി. ഹാൻസ്, ഇപ്പോഴും പ്രതിഷേധം അവിടെ തുടരുകയാണോ? ഡയറക്ടറെ കണ്ട് പ്രതിഷേധം അറിയിക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ? ലക്ഷ്മി, അതുതന്നെയാണ്. നിലവിൽ 6 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ ഈ കെട്ടിടത്തിനുള്ളിലുള്ളത്. 6ാം നിലയിലാണ് ഡയറക്ടറുടെ ഓഫീസ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇവർ 5ാം നിലയിലാണുള്ളത്. പോലീസും മെഡിക്കൽ കോളേജ് പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രവർത്തകരെ അന്വയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി 5ാം നിലയുടെ എമർജൻസി എക്സിറ്റിൻ്റെ ഭാഗത്താണ് നിലവിൽ 6 പ്രവർത്തകരുള്ളത്. 4 പുരുഷന്മാരും 2 സ്ത്രീകളുമാണുള്ളത്. അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഡയറക്ടറെ കണ്ട് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കണമെന്നും ആവശ്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടണമെന്നാണ് അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. കാരണം കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ശ്രീചിത്രയിൽ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ തങ്ങൾ നിരവധി തവണ നിവേദനങ്ങൾ നൽകുകയും അദ്ദേഹത്തെ നേരിൽ കാണാൻ അവസരമൊരുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തങ്ങൾ ഡയറക്ടറെ കണ്ടതിന് ശേഷം മാത്രമേ പിരിഞ്ഞു പോകൂ എന്നുള്ള ഒരു ആവശ്യത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. നിലവിൽ അതിനുള്ള അവസരം ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അല്പസമയം മുമ്പാണ് ഡയറക്ടറെ നേരിൽ കാണാനേ ഇവിടുത്തെ ഓഫീസറായിട്ടുള്ള ഉദ്യോഗസ്ഥനായിട്ടുള്ള ഹേമന്ത് അകത്തേക്ക് പോയത്. ഇപ്പോൾ ഡയറക്ടർ ഇവിടെ എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മി, ഡയറക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. നേരിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കാണാൻ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഡയറക്ടർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഡോക്ടർ സഞ്ജയ് ബിഹാരിയാണ് ശ്രീചിത്ര ആശുപത്രിയുടെ ഡയറക്ടർ പദവി വഹിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി ചർച്ച ചെയ്യാനായി ഇപ്പോൾ താഴേക്ക് എത്തിയിട്ടുണ്ട്. ഇവരുടെ ആവശ്യപ്രകാരം അല്പസമയം മുമ്പാണ് ആശുപത്രി ഉദ്യോഗസ്ഥൻ അകത്തേക്ക് ഡയറക്ടർ ഓഫീസിലേക്ക് ചെല്ലുകയും അദ്ദേഹത്തെ നേരിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5ാം നിലയിലാണുള്ളത്. 5ാം നിലയിലെ എമർജൻസി എക്സിറ്റ് സമീപമാണ് ഈ പ്രവർത്തകരെല്ലാം കൂടി നിൽക്കുന്നത്. ഈ ഭാഗത്തേക്ക് ഇപ്പോൾ ഡയറക്ടർ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹവുമായി സംസാരിക്കാൻ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തയ്യാറായിട്ടുണ്ട്. 6 പ്രവർത്തകരാണ് നിലവിലുള്ളത്. 8ഓളം പ്രവർത്തകരായിരുന്നു ഇത്തരത്തിൽ പ്രതിഷേധവുമായി താഴെ നിലയിൽ നിന്ന് മുകളിലേക്ക് ഓടിക്കേറിയത്. പക്ഷേ 6ാം നിലയിലായിരുന്നു ഡയറക്ടറുടെ യോഗവും കേന്ദ്രമന്ത്രിയോടൊപ്പം ചേർന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ നിലയിലേക്ക് എത്തിച്ചേരാൻ പ്രവർത്തകർക്ക് കഴിഞ്ഞില്ല. 4ഓളം പ്രവർത്തകരെ താഴെ നിലയിൽ വെച്ച് പോലീസ് തടയുകയും ചെയ്തിരുന്നു. പിന്നീട് ഏകദേശം ഒരു അരമണിക്കൂർ നേരത്തോളം ഈ 5ാം നിലയിൽ അവർ പ്രതിഷേധം നടത്തുകയും ഉണ്ടായി. എന്തായാലും ഇപ്പോൾ ഡയറക്ടറുമായി ഒരു ചർച്ചയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടക്കുകയാണ്. ലക്ഷ്മി.